ഗാഢമായ സുഷുപ്തി ദിവസവും വേണം. നിങ്ങളുടെ മന്ത്രിമാരെയും MLA മാരെയും പട്ടാളക്കാരെയും IAS സന്യാസിമാരെയും മതപുരോഹിതന്മാരെയും നന്നായി ഉറക്കിയാൽ തന്നെ ഈ നാട് നന്നാവും. വേറെ ഒന്നും ചെയ്യണ്ട. ഒരു 10 ദിവസം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിഷ്കാരവും പുതുതായി കൊണ്ടുവരാതെ ഈ നാട് നന്നാവും. വിദ്യാഭ്യാസ സമ്പ്രദായം ഏതുമായിക്കൊള്ളട്ടെ, കുഞ്ഞുറങ്ങണമെന്ന് തീരുമാനിക്കാൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് എന്താ കുഴപ്പമിരിക്കുന്നത്? വിദ്യാഭ്യാസ സമ്പ്രദായം ഉറക്കവുമായിട്ട് എന്താണ് ബന്ധം? പഠിക്കാനുള്ള സാധനങ്ങൾ അടങ്ങുന്ന ഒരു വെബ്സൈറ്റും രാത്രിയിൽ മാത്രമേ ചാലുവാകൂ എന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിക്കാനല്ലാത്ത പല വെബ്സൈറ്റും രാത്രിയിൽ ചാലുവാകൂ എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വകാര്യ കമ്പനികൾ പോലും എത്ര ഉപയോഗിച്ചാലും 2 കൊല്ലത്തേക്കൊക്കെ ഒറ്റ തുകയ്ക്ക് തരുന്ന കാലമാണ്. അവിടെ പിന്നെ എങ്ങനെയാണ് രാത്രിയിൽ ചെലവ് കുറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. BSNLന് രാത്രിയിൽ ആ രാത്രി സമയത്ത് നിങ്ങളുടെ മകൻ കുത്തിയിരുന്നാൽ കിട്ടില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധിമാനാണ് അയൽവക്കക്കാരനും. അവൻ്റെ മകനും രാത്രിയിലായിരിക്കുന്നത്. സൈറ്റ് പലപ്പോഴും കിട്ടില്ലെന്ന് മാത്രമല്ല, സ്റ്റക്കാവും. Am I right? മാസങ്ങൾ ശ്രമിച്ചാൽ ചിലപ്പോൾ ചില സൈറ്റിൽ കയറിയെന്ന് വരില്ല. അതും വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട പെയ്ഡ് സൈറ്റുകളൊന്നും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലത്ത് ഉപയോഗിക്കുന്നതായി എനിക്കറിയില്ല. Am I right? വളരെ അപൂർവം. പെയ്ഡല്ലാത്ത എഡ്യൂക്കേഷണൽ സൈറ്റ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ ഏകാന്തതയിൽ മടുപ്പുളവാകും. നല്ലപോലെ പഠിക്കാൻ തൃഷ്ണയുള്ളവനല്ലെങ്കിൽ അത്രയും കൂടെ ചേർക്കണം. കാരണം പഠിക്കുക എന്ന് പറയുന്നതിൽ മസ്തിഷ്കം ഭാഗഭാക്കാവുമ്പോൾ പഠിക്കാതിരിക്കുന്നതെല്ലാം സുഖമാവുകയും പഠിക്കുന്നതെല്ലാം ക്ലേശമാവുകയും ചെയ്യുകയാണ് അവൻ്റെയും അവൻ്റെ അച്ഛനമ്മമാരുടെയും ജീവിതക്രമങ്ങളിൽ നിന്ന് അവൻ്റെ ജനിതകത്തിൽ തന്നെ സംഭൃതമായിരിക്കുന്നത്. പഠിക്കാൻ വേണ്ടി ഒരു പുസ്തകം വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോൾ അതിന്മേൽ യൂണിവേഴ്സിറ്റിയുടെ പേരടിച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യതയോടെ ഒരു സിലബസിൽ പഠിക്കാനുള്ളതാണെങ്കിൽ അത് നാളെയാകാം മറ്റന്നാളാകാമെന്ന് തീരുമാനിക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ടു വാങ്ങിക്കുന്ന ഒരു ചിത്രകഥ 10 പ്രാവശ്യം വായിച്ചു എന്ന് വരും. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി മെനക്കെട്ടിരുന്ന് രാത്രിയിൽ ഉറക്കമിളച്ച് എന്ന പദമൊക്കെ കുറച്ച് കടന്ന കൈയാണ്. പലപ്പോഴും നിങ്ങളുടെ വീടുകളിലെ കുട്ടികളിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ നിങ്ങൾക്ക് പ്രവേശിക്കാൻ വയ്യാത്ത വിധത്തിൽ അടയ്ക്കാവുന്ന മുറികളിലാണ്. ഏതാണ്ട് 70,000-ത്തിലധികം വെബ്സൈറ്റുകൾ മനുഷ്യർ കാണരുതാത്ത വെബ്സൈറ്റുകളാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ $700 ബില്യൺ ഓരോ ദിവസവും അതിൽ നിന്ന് ഉള്ള വരുമാനം. ലോകത്തിലെ ഏറ്റവും വലിയ വരുമാനമുള്ള രംഗം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ അധോലോക വെബ്സൈറ്റുകളാണ്. $700 ബില്യൺ പെർ ഡേ. യു കാൻറ്റ് ഈവൻ ഇമാജിൻ. കേരളത്തിലെ അതിപ്രശസ്തനായ ഒരു ഡോക്ടർ ഇരുമ്പഴിക്കുള്ളിലാണ്, പാലക്കാട്. ഓർത്തോപീഡിക് സർജൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആണ് അദ്ദേഹം. അയാൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റാണ്. അയാളുടെ ക്ലിനിക്കിൽ വരുന്ന ആളുകളെ അയാളുടെ ഫാം ഹൗസിലേക്ക് അയച്ച് അയാൾ ക്രിയേറ്റ് ചെയ്തൊരു വെബ്സൈറ്റ് ഒരു സ്ത്രീയുടെ ഭർത്താവ് ഫോറിനിലിരുന്ന് കാണാനിടയായത് കേസായാണ് ഇന്ന് അയാൾ അകത്ത് പോയിരിക്കുന്നത്. ഒന്ന് തുറസായ സ്ഥലത്ത് മാത്രമേ കമ്പ്യൂട്ടർ വെക്കാവൂ. എപ്പോഴും ആർക്കും കയറി ചെല്ലാവുന്നിടത്ത് വെച്ച് കുട്ടികളെ കൊണ്ടത് ഓപ്പറേറ്റ് ചെയ്യിക്കാവൂ. ഇല്ലെങ്കിൽ കുട്ടികളുടെ മസ്തിഷ്കത്തിന് ഉണ്ടാകുന്ന മാറ്റവും
കുട്ടികളുടെ ജീവിതത്തിനുണ്ടാകുന്ന മാറ്റവും, അതിലെല്ലാം അപ്പുറം സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള വാസനയും കൂടി വരും. ആധുനിക കാലം സാധാരണ കുറ്റകൃത്യങ്ങളുടെ കാലമല്ല, ഇത് സൈബർ യുഗമാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ ഗോളാന്തര ജീവിതങ്ങളെ വരെ പിടിച്ചുകുലുക്കുന്നതാണ്. നാം 10-ാം നൂറ്റാണ്ടിലിരുന്നു കൊണ്ടല്ല ആധ്യാത്മവിദ്യയ്ക്ക് ശ്രമിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൻ്റെ ഭൂമികയിലിരുന്നു കൊണ്ടാണ്. റൈറ്റ്? അവിടെ ഇന്ദ്രിയങ്ങളുടെ പരിപ്രേക്ഷ്യങ്ങൾ നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ്. അതിനെ മുഴുവൻ സമാഹരിച്ചിട്ടാണ് നമ്മൾ സുഷുപ്തി തലത്തിലേക്ക് മെല്ലെ എത്തുന്നത്.